മഹബത്തിലേക്കുള്ളതായ അവിടുത്തെ വിശ്വസനീയമായ ഒരു സത്യവിശ്വാസിയാണ് കാണുന്നതായ അടയാളങ്ങൾ മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതിച്ചതായിട്ട് നാം കാണുക. ഏകദേശം 10-12 ചില്ലാര അടയാളങ്ങൾ യഥാർത്ഥമായ ഒരു പ്രേമി ഹബീബായ ഇഷ്ടപ്പെട്ട യഥാർത്ഥ ഒരു മുഹിബ് അവളുടെ പ്രത്യക്ഷമായി കണ്ടതായ അടയാളങ്ങൾ മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ ഉന്നയിച്ച അതിൽ അതിൽ ഒന്നാമത്തെ അടയാളമാണ് കസ്റത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ വിശുദ്ധിച്ച ആളുകൾ, യഥാർത്ഥമായി ഹബീബായ വിശ്വസിച്ച വ്യക്തി എപ്പോഴും ഹബീബുല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔലിയുടെ ചെന്നോട്ടിലേക്ക് പോവാം. എവിടെ പോയെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ്, എവിടെ പോയെങ്കിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്തുതി കീർത്തനങ്ങൾ. അതങ്ങനെയാണ് ഒരാളെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പിന്നെ എപ്പോഴും അയാളെ പറ്റി ചിന്തയും അയാളെ നിരപ്പുകളും അയാളെ പറ്റി ചെല്ലുമാറും സ്വാഭാവികമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ യഥാർത്ഥമായിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മനസ്സിന് അണികത്തിൽ വിശ്വസിച്ചത് അടയാളമാണ്. എപ്പോഴും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദഹിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കസ്റത്തു സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നിരന്തരം സ്വലാത്ത് ചൊല്ലുക. എപ്പോഴും നാം സ്വലാത്ത് ധന്യമാക്കണം. ഒരു സ്വലാത്ത് ചൊല്ലെങ്കിൽ നാപ്പോടുള്ളതായ ഫായിദകൾ അവർക്ക് ഈ ദുനിയാവിലെ കുട്ടികൾക്ക് മഹാന്മാർ എത്തിവെച്ചതായിട്ട് നാം കാണും. ഏകദേശ സ്വലാത്ത് ഫായിദകൾ 40 ഫായിദകൾ സുബഹിയുടെ ക്ലാസ്സിൽ നിരന്തരമായിട്ട് ചെന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫായിദകളാണ് അവരുടെ ദോഷങ്ങളിൽ നിന്ന് മാപ്പാനുമേ. രണ്ടാമത്തെ ഫായിദയാണ് കൽബിൽ നിന്ന് ശുദ്ധിയായി അവന്റെ മക്കള അവന്റെ പുണ്യമാണ് നല്ലതാണ്. അവന്റെ മുഖത്തിൽ ദാരിദ്ര്യ കഷ്ടത്തെ ജീവിതത്തിൽ നല്ല പ്രോഗ്രസും അഭിവൃദ്ധിയും വർദ്ധക്കും അല്ലാഹു തആല കൊടുക്കുക. നിരന്തര സ്വലാത്ത് ചെയ്ത വ്യക്തി അവർക്ക് സ്വർഗ്ഗഖചിതമാണ്. നരകത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. മാത്രമല്ല ഓടിങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുവേ കയ്യും കണക്കുമില്ലാത്ത മലക്കുമാർ ഓടുകയായിട്ട് ഓടെ പാപമോചനകനായിട്ട് ഓടെ ദോഷമാഫായി കിട്ടുകയായിട്ട് നിരന്തരമായിട്ട് ഓടുകയായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ഇഷ്ടപ്പെടുക. മാത്രമല്ല ഓടുന്ന അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ നല്ല ആഫിയത്ത് കൊടുക്കുവാൻ ഒരുപാട് ഫായിദകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിയ ഒരുപാട് മഹാന്മാർ എപ്പോഴും ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ഉസ്താദ് പറഞ്ഞതായിട്ട് കാണുക. എല്ലാ നാളും 40,000 സ്വലാത്ത്, ഒരു നാൾ 40,000 സ്വലാത്ത്, 2 നാളാവുമ്പോൾ 30,000, 3 നാളാവുമ്പോൾ എത്ര സ്വലാത്ത്, ഒരു തിങ്കളാവുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ സ്വലാത്തുകൾ മഹാന്മാർ അനുഭവിച്ചതായിട്ട്. ഒരു നാൾ 30,000 സ്വലാത്ത് ചെല്ലണം, ഒരു നാൾ 10,000 സ്വലാത്ത് ചെല്ലണം. എപ്പോഴും എല്ലാ സ്വലാത്തുകളും ആയിരത്തോളം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരുപാട് സ്വലാത്തുകൾ നടത്തുന്നു. അതുപോലെ ഈ സ്വലാത്തുകൾ യഥാർത്ഥമായിട്ട് ചെല്ലാവുന്ന സിനിമയുടെ കൂടായ ഖബറിലെത്തുമ്പോൾ പ്രത്യേകമായ
വെളിച്ചങ്ങൾ ഉണ്ടാവും. അതിലും ഖബറിലെത്തിയിട്ട് മുൻകർ നബി അലൈഹി വസല്ലം മാ തഖൂലു ഫീ ഹാദാ റജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുത്തു ഹാജരാക്കി ഈ വ്യക്തിയുടെ പറ്റിയുള്ള അഭിപ്രായത്തെ നിരന്തരമായി വായിച്ച് സ്വലാത്ത് ചെന്നു. അൽഹംദുലില്ലാഹ് അവരുടെ മുത്തഖീഖു ഇത് തന്നെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ്. അതേപോലെ സിറാത്ത് ആകാശങ്ങളായ കണ്ടുമുതലേ നിങ്ങൾ കേൾക്കുന്നതായ സിറാത്ത് ചെന്നതായ അതിലാണ് ഒരുപാട് ആത്മാർ നരകത്തെ പ്രഭാതത്തിൽ നരകത്തെ വീണ്ടുകൊണ്ടേക്കാം. ഓരോ മനുഷ്യന്മാർ കൂടുതലായ അട്ടഹാസങ്ങൾ അതിൽ ഓരോരുത്തരും കേൾക്കുകയാണ്. മഹാന്മാർ ചിലരായിട്ട് കാണുക മനുഷ്യ സിറാത്ത് മാർഗത്തിൽ നിന്റെ ബന്ധ കണ്ടെത്തിയത് എതു എണവിക്കുക കാരണം ചിമ്മയാണ് നടക്കണേ. ആരെ ഓരോ എനിക്ക് മനസ്സിലാവില്ല. മാത്രമല്ല നിന്റെ എതിർന്ന് കടന്നുപോയ എത്രയോ ആത്മാർ ഊന്നുകൊണ്ടതായ ശബ്ദങ്ങൾ, നിന്റെ ബാക്കിൽ കൂടി എത്രയോ ആൾമാർ ഊന്നുകൊണ്ടതായ ശബ്ദങ്ങൾ നീ ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ഏത് ധൈര്യത്തിലാണ് നിന്റെ ഹെജ്ജ നീ എതിർക്കുന്നത്. ആ സമയത്തിൽ പ്രത്യേകമായ ഒരു ബ്രൈറ്റ്നസ് അല്ലാഹു തആല കൊടുക്കുന്ന വിഭാഗമാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചെന്നാണ്. അവര് നല്ല ആ സ്വലാത്ത് മാർഗം നല്ല വെളിച്ചത്തോടുകൂടി സലാമത്താവായിട്ട് മഹാന്മാർ സംഭവിച്ചതായിട്ടാണ്. അപ്പൊ എപ്പോഴും സലാം, എപ്പോഴും മദതുകൾ, എവിടെ ഒരു സദസ്സുണ്ട്, എവിടെ ഹബീബായ കൊണ്ടാടാർ, എവിടെ ഹബീബായ മദതിച്ചണ്ട എല്ലാം പോയിട്ട് ഒരു തെല്ലിനെയാണ് പുരുഷത്താക്കി പറയുന്നത്. വലിയ മഹബത്ത് അടയാളമാണ്. രണ്ടാമത്തെ അടയാളം ഒരു സത്യവിശ്വാസം ഹബീബായ മഹബത്ത് കൊണ്ടുവരുന്ന അടയാളമാണ്. ആ ഹബീബിനെ കാണുമ്പോൾ തന്നെ വലിയ ആശ്രയിക്കുക. ആ ഹബീബായ തങ്ങളെ ഈ ദുനിയാവിൽ മരണത്തിന് മുതലേ കിനാവിലെങ്കിലും ഹബീബായ തങ്ങളെ കാണുമ്പോൾ തന്നെ വലിയ ആശ്രയിക്കുക. എത്രയോ മഹാന്മാർ അങ്ങനെ ജീവിതത്തിൽ ലൈഫിൽ കണ്ടതായ ചരിത്രങ്ങൾ വിശദീകരിച്ച് സാധ്യത ഈ ഒരു കിതാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ വ്യത്യസ്ത അനുഭവങ്ങൾ അത് നമുക്കും സാധ്യയില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫതാവ ദോഷിയായ മനുഷ്യർക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക ദോഷനിറഞ്ഞതായ കണ്ണുകൾ. ഈ കണ്ണുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധ്യമാണ്. ബഹുമാനപ്പെട്ടവർക്ക് നമസ്കാരം കേട്ടപ്പോൾ ദോഷിയായ അവന് സമ്പൂർണമായിട്ട് ആ ദോഷത്തിൽ നിന്ന് മുക്തനായി കണ്ണുകളെ സമ്പൂർണമായിട്ട് ക്ലീനാക്കിയിട്ട് അല്ലാഹു ഹബീബിനെ കാണുമ്പോൾ നല്ല നിയ്യത്തിൽ വാങ്ങിയാണ് കിനാവുൽ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി കണ്ണുകൾ കണ്ടുകെട്ടാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശബ്ദമായിട്ട് കാണും മാ യുത്നൗന ഇല്ലാ ബൈത്തുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കിനാവുൽ എപ്പോ വാങ്ങിയ ആ വാക്കിൽ നാം ഹബീബായ കാണാൻ പോയില്ല. എപ്പോ വാങ്ങിയെങ്കിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക മാത്രമല്ല പല വിഷയങ്ങൾ പല ഇൽമുകൾ ഹബീബായ കൊടുക്കുന്നതാണ്. കിനാവുൽ കൂടി കേട്ട് മനസ്സിലാക്കിയായിട്ട് ഇമാം മാലിക് ഹിജ്റ മദീനത്തെ ജന്നത്തുൽ ബഖീയിൽ റാഹപ്പെട്ടെടുക്കുന്ന ഇമാം അൽ മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ വഫാത്ത് സംഭവിച്ചപ്പോൾ അത് വലിയ സ്റ്റോറിയാണ്, വലിയ ഒരു ചരിത്രമാണ്. സ്വഹാബത്തുകളെല്ലാം പിന്നെ പരസ്പരം ഉണ്ടാക്കുകയും പഠിക്കാറുണ്ട്. ആ ആറെണ്ണമെങ്കിലും മുമ്പില്ല. കാരണം ഈ ദുഃഖത്തെ വേചാരി സംഘടന മനസ്സിൽ കൊണ്ടേയില്ല. അങ്ങനെ സ്വഹാബത്തുൽ കിറാം ഒത്തിരിയോ സ്വഹാബത്തുകൾ വാർന്നുകൊണ്ട കണ്ടു വേണ്ടവർക്ക് അതിന്റെ കണ്ണുനീർ തിരിച്ചിരിക്കുന്നവർക്ക് ഈ ദുനിയാവും നാളെ കാണുക. ഹബീബായ തങ്ങളെ വഫാത്ത് കേട്ട സന്ദർഭത്തിൽ എത്രയോ സ്വഹാബത്ത് മരണപ്പെട്ടു പോയപ്പോൾ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലനിൽക്കുന്നു പരസ്പരം ഉണ്ടാക്കവേ ഉപ്പാക്കിക്കൊള്ള ഇന്നലെ ആയിരത്തിലേക്ക് മുഴുവുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ടില്ല. അതേ സമയത്തിൽ
ബഹുമാനപ്പെട്ട നിമിതങ്ങളെ ഖിദ്മത്തെടുത്തതായ 10 വർഷ ആദ്യമായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നല്ല മുസീബോടുകൂടി മനസ്സിലൊരു മുഖത്തൊരു ബേജാറ് കടപിടിച്ചാട്ടിന്നപ്പോൾ സ്വഹാബത്ത് കേട്ടാൽ അനസിനെ മനസ്സിലൊരു നീയൊരു ബേജാറ് കാണില്ലേ അപ്പോൾ മഹാൻ ചന്ദ്രബാക്ക അറാ കുല്ല ലൈലത്തി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആനന്ദി ബേജാറ് എൻ്റെ എല്ലാ ചാവും ഹബീബുൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ നാട്ടിലേക്ക് കണ്ടുകൊണ്ടുള്ള ഹബീബായ തങ്ങളുടെ ബേജാറുകളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സന്തോഷങ്ങളും എല്ലാം ഞാൻ ഷെയറാക്കിക്കൊണ്ടുള്ള എനിക്ക് ബേജാറില്ല എന്നാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകൾ ഹബീബായ കണ്ടത് ആ ഹബീബായ പിന്നെ സമ്പർക്കം ഉണ്ടാക്കിയത് അത് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ തീരുമാനം ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ കൈകാലുകൾ ഹറാം മാന്യത ഈ ഹറാമെല്ലാം സമ്പൂർണ്ണമായി നമുക്ക് നല്ല നീയത്തിന്റെ നാവ് എപ്പോഴും ദൈവത്തിന് അവകാശമില്ല നബീവത്തിന് അവകാശമില്ല എന്റെ നാവ് കൊണ്ട് ഉണ്ടാക്കുന്ന വിഷയമില്ല എന്റെ കണ്ണുകൊണ്ട് ഹറാം കാണി കരുതി കൂടിയിട്ട് നോക്കില്ല എന്റെ കൈ കൊണ്ട് കാണുന്ന ഹറാം നോക്കില്ല എന്റെ ആർത്ഥികമായ എന്റെ കൈമാറിൽ ഒരു ഹറാമായ ഒരു പൈസ പോലും വളർത്ത പോവുക എന്റെ ഹബീബ് എന്റെ ലൈഫിനെ സന്തോഷപ്പെടുന്നതിന് നല്ല നീയത്തോടുകൂടി ഞങ്ങളുടെ ലൈഫ് പരിവർത്തന ചേഞ്ച് ആക്കി പരിശുദ്ധമായ ഹബീബുള്ളവരുടെ ഏതെങ്കിലും ഉണ്ടാവുന്ന സ്വലാത്തുമായി ഉറങ്ങി സ്വലാത്ത് ചെന്ന് ഉറങ്ങി ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വറവും ഞങ്ങളുടെ സമസ്യകൾ ദുഃഖങ്ങൾ ഹബീബ് ചൊല്ലുള്ള അവകാശങ്ങൾ ഉണ്ടാക്കി തരും അള്ളാഹു ഉണ്ടാക്കി തരുമാറാണ് അർഹമായ അള്ളാഹ് ഞങ്ങളുടെ ദോഷം പറഞ്ഞ ആത്മാറാണ് ദോഷപ്രതിയുള്ള കണ്ടുകൊണ്ടിന്റെ ഹബീബിനെ കാണുവാൻ സാധ്യമുണ്ടോ മാമനോട് ഫതാവിനെ ലഭിച്ചപ്പോൾ അല്ലാഹുവേ നമുക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ് നമുക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ് ഞങ്ങളുടെ ഖൽബ് അടിത്തട്ട് ഞങ്ങളുടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ് തരണേ അല്ലാഹ് فسوف يؤتيك ربك فترضى ربك ധാരാളമായി മനസ്സോടി തറകുള്ളാൻ അല്ലാഹു തആല വഫറാക്കി അൻത ഹബീബ് നാളെ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു വന്ന ഹബീബ് നബി ഉമ്മത്ത് നരകത്തിൽ പാലായ നരകത്തിൽ കുട്ടിയോട് സ്വർഗ്ഗത്തിൽ കുട്ടിയോട് പോണ്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടരിക്കും അവിടുത്തെ മതങ്ങൾ പാടുന്ന അവിടുത്തെ പരിചയമാക്കി കൊടുക്കും അവിടുത്തെ പേര് ധാരാളം സ്വതന്ത്രരാക്കും എല്ലാ നടത്തവും വീർത്തവും ഈപ്പവും പോക്കും എല്ലാ ബന്ധങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മനസ്സിൽ ഹബീബുകൾ വർദ്ധിപ്പിക്കും അല്ലാഹു തആല അവിടുത്തെ പരിശുദ്ധമായ ഹബീബുകളുടെ ബർക്കത്തുള്ള അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ലൈഫിൽ വന്നുപോയ എല്ലാ അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ ഹബീബായ തങ്ങളെ കാണും അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ റഹ്മാനായ അല്ലാഹു ഹബീബായ തങ്ങളെ നാളെ പരലോകത്തുള്ള ശഫാഅത്തുൽ ഉളമയിൽ ഉൾപ്പെടുത്തുമ്പോൾ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ ദോഷം നിറഞ്ഞതായ ലൈഫിൽ സമ്പൂർണ്ണമായും ബദലാവണ നിരന്തര സ്വലാത്ത് ചന്ദ് ഞങ്ങളുടെ സ്വലാത്ത് ഇടനാൾ ഹബീബായ ഞങ്ങളുടെ ജനാസ സന്ദർശിക്കും ഞങ്ങളുടെ ഖബറുകൾക്ക് ഞങ്ങളുടെ ഖബറിൽ ഹബീബായ ഞങ്ങളുടെ കൂട്ടപിടിക്കും അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാഹ് ഈ ഭാഗ്യം തരണേ അല്ലാഹ് ഈ ഭാഗ്യം തരണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം اللهم صل على نبينا المصطفى حبيبنا سيدنا محمد وعلى اله وصحبه وسلم اللهم صل على نبينا